നമസ്കാരം ആർ.പി. വൈറൽ സുന്ദരി വീണ്ടും വൈറലായിരിക്കുകയാണ് വിവാഹത്തിലൂടെ. അപ്പോൾ ഇന്ന് കുട്ടിയുടെ ഒരു പത്രസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു, വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് 2008 അല്പം മുമ്പ് വാർത്താ സമ്മേളനം അവസാനിച്ചതേ ഉള്ളൂ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ. അതെ. അപ്പോൾ അതിൽ പറയുന്നു 2008 താൻ ജനിച്ചത്, അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല, തനിക്ക് പ്രായപൂർത്തിയായെന്നാണ് കുട്ടി പറയുന്നത്. കെ സ്മാർട്ട് ആപ്പ് വഴിയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്, ലവ് ജിഹാദ് അല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നാളെ മാറ്റിക്കൂടുന്നില്ല, കാരണം ഇതേപോലെ പറഞ്ഞ പല ആൾക്കാരും പിന്നീട് മാറ്റി പറയുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. എന്തായാലും സർക്കാരിനും ക്ഷേത്ര ഭാരവാഹികൾക്കും നന്ദിയൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഇതിനകത്ത് സത്യത്തിൽ നമ്മളിത് വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം പോലും ആണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇത് വളരെ സീരിയസ് ആയ ചില ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം ആദ്യം ഞാൻ വിചാരിച്ചത് ഓക്കെ, ഒരു പയ്യനും ഒരു പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടമാവുന്നു, അവർ കേരളത്തിൽ വരുന്നു. ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, നേരത്തെ ഇത് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇതുപോലെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്ന മതം മാറ്റം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഹരി ഇപ്പോൾ പറഞ്ഞ പത്രസമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ മതം മാറുന്നില്ല എന്ന്. ആ പയ്യനും മതം മാറിയിട്ടില്ല. രണ്ടുപേരും അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുന്നു. നമ്മളുടെ എല്ലാ CPM-ൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയുടെ പ്രായം, പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമാണോ ഈ കല്യാണം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രാപ്പിലാണോ ഈ പെൺകുട്ടി എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇതുപോലെ ഒരു കല്യാണം സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അധ്യക്ഷതയിൽ ഇങ്ങനെ ഒരു കല്യാണം നടത്തി കൊടുക്കുന്നു. അതിൽ നിയമവിരുദ്ധത വേറൊരു വിഷയമാണ്, പെൺകുട്ടിയുടെ പ്രായം മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇതെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അല്ല, ഇതൊരു കേരള സ്റ്റോറി റീക്രിയേറ്റ് ചെയ്യാൻ, പുതിയൊരു കേരള സ്റ്റോറി ഞങ്ങൾ എക്സാക്ട്ലി. അതായത് എന്ന് തൊട്ട് കേരള സ്റ്റോറി ഇറങ്ങിയോ അതൊന്നും അല്ല കേരള സ്റ്റോറി, ഇതാണ് കേരള സ്റ്റോറി എന്നും പറഞ്ഞ് കുറേ നാടകങ്ങൾ ഇവിടെ ഉണ്ട്. അമ്പലത്തിൽ ദഫ് മുട്ടി നടത്തി കഴിഞ്ഞാൽ ഉടനെ ഇത് കേരള സ്റ്റോറി, അമ്പലത്തിൽ ഈ പറയുന്ന പോലെ നോമ്പ് തുറയുണ്ടെങ്കിൽ ഉടനെ ഇതാണ് കേരള സ്റ്റോറി, അതും കേരള സ്റ്റോറിയാണ്. പക്ഷെ അതുകൊണ്ട് മറു സൈഡ് കേരള സ്റ്റോറി ആകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ഇതിൽ വലിയൊരു സീരിയസ് ആയ ഇഷ്യൂ ഞാൻ ആദ്യം പറയാം. അതായത് ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്ന് വളരെ ശക്തമായി സംഘപരിവാർ പറയുന്നുണ്ട്, അതുപോലെ ഹിന്ദു സംഘടനകൾ പറയുന്നുണ്ട്, അതിന് ഉദാഹരണങ്ങളുണ്ട്. നിശബ്ദമായി ഇതിൻ്റെയൊക്കെ പേരിൽ വേദനിക്കുന്ന നിരവധി മാതാപിതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ പറയില്ല, കാരണം നാണക്കേട് മാനക്കേട് ഓർത്ത് പറയാത്തവരുണ്ട്. ഹിന്ദു സംഘടനകൾ ഇത് പറയുന്നുണ്ട്. ഹിന്ദു സംഘടനകൾ ഇത് പറയുന്നത് കൊണ്ട് മാത്രം ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന ഒരു ഭാഷ്യം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതൊന്ന് ഉറപ്പിച്ച് പറയാനാണ് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ ശ്രമിക്കുന്നത്. അത് ജിഹാദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതായത് ലവ് ജിഹാദേ ഇല്ല എന്ന് പറയുന്നു. സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണ്. CPM-ന് കൃത്യമായിട്ട് അന്വേഷിക്കാവുന്നതാണ്. പോലീസിൻ്റെ കയ്യിൽ റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു നിലപാടങ്ങ് എടുക്കുകയാണ്, ലവ് ജിഹാദ് ഇല്ല. പിന്നെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കേണ്ടതും കൂടി ഇടതുപക്ഷത്തിൻ്റെ ബാധ്യതയായി അവർ സ്വയം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് എനിക്കിതിനകത്ത് പറയാനുള്ള ആദ്യത്തെ വിഷയം. ഇത് വളരെ അപകടകരമാണ്. കാരണം സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റായ ഒരു കാര്യം ഉണ്ടെങ്കിൽ, അതായത് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്ത് മതം മാറ്റി അതിൽ പ്രണയമൊന്നുമില്ല, അതിനെ ലവ് ജിഹാദ് എന്ന് പോലും വിളിക്കുന്നത് ശരിയല്ല. കാരണം ലവ് എന്ന് പറയുന്നത് അതിൽ വരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ലവ് ഒന്നുമില്ല, അതിൽ വെറും ട്രാപ്പിംഗ് ആണ്. അപ്പോൾ ട്രാപ്പ് ചെയ്ത് പെൺകുട്ടികളെ ഇങ്ങനെ മതം മാറ്റുന്ന ഒരു ലോബി, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ അത് സർക്കാർ അതിനെ എതിർക്കണ്ടേ, അല്ലെങ്കിൽ കണ്ടുപിടിക്കണ്ടേ? അത് സർക്കാർ ചെയ്യുന്നില്ല. അതെ, ഒരു കാരണവശാലും അവർ എതിർക്കില്ല എന്ന് മാത്രമല്ല, വലിയ പരിപൂർണ പിന്തുണയാണ് പലപ്പോഴും പല സാഹചര്യം കൊടുക്കുന്നത്. അതായത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, സാംസ്കാരിക മേഖലയിൽ ഈ രീതിയിലുള്ളൊരു പരിവർത്തനത്തിൻ്റെ ശ്രമം അവർ ഒരു ഭാഗത്തൂടെ നടത്തുന്നുണ്ട്. ഈ പെൺകുട്ടി പോലും വന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് മട്ടാഞ്ചേരി മാഫിയ വളരെ ആക്റ്റീവായി ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇത് പറഞ്ഞു. ഈ പെൺകുട്ടി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കൊച്ചിയിലുണ്ട് എന്നാണ് പറയുന്നത്, ഇല്ലേ? അതും സിനിമാക്കാരുമായി ബന്ധപ്പെട്ട ഒരു വലയത്തിനുള്ളിലാണ് എന്നും പലരും പറയുന്നുണ്ട്. അതെ, ഈ പെൺകുട്ടി എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് പൂവാർ വന്നിട്ട് 4 ദിവസമായി.
അപ്പോൾ എറണാകുളം വഴിയുള്ള ഒരു കണക്ഷനിൽ നിന്നാണ് ഇടതുപക്ഷം ഈ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഈ ട്രാപ്പ് അവർ സെറ്റ് ചെയ്തു എന്നല്ല, ആൾറെഡി തന്നെ ഇവരെക്കുറിച്ച് അറിയാൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒരു ഇലക്ഷൻ തന്ത്രമായിട്ട്, അതായത് ന്യൂനപക്ഷ വോട്ടിനെ സമാഹരിക്കാനുള്ളൊരു തന്ത്രമായിട്ട് കൂടി ഇതിനെ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമാണ്. അതെ 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 ഹരി ഇപ്പൊ പറഞ്ഞ ആ ഒരു രാഷ്ട്രീയം കൊണ്ട് തന്നെയാണല്ലോ ഇവർ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത്. കാരണം തിരിച്ചൊരു ഹിന്ദു ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ് ഇതുപോലെ കൊണ്ടുവരുന്നതെങ്കിൽ ഇത്രയും ആവേശമോ താല്പര്യമോ ആർക്കും കാണില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, ഈ ലവ് ജിഹാദിനെ ടോട്ടലി നിഷേധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമില്ല എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ കേരളത്തിലെ CPM ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കേരളത്തിൽ ഈ പറയുന്ന ഇസ്ലാമിക ഭീകര അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്ര ചിന്തകളുള്ളവരുടെ പിടിയിൽ പെട്ടിരിക്കുന്നു ആ പാർട്ടി. അതിൽ ഒരു സംശയമില്ല. അതുപോലെ വോക്കിസത്തിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. അത് പെട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മന്ത്രി, ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിനെക്കുറിച്ച് ഒരു വെരിഫിക്കേഷൻ ഇവർ ഇതിനു മുമ്പ് ചെയ്യേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. കാരണം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇത് നൾ ആൻഡ് വോയിഡ് ആണ് യഥാർത്ഥത്തിൽ, ഇല്ലേ? അമ്പലത്തിൽ കല്യാണം കഴിക്കണമെങ്കിൽ രണ്ട് മതക്കാർ തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. അവർക്ക് മറ്റേ സ്പെഷ്യൽ ആക്ട് ഉണ്ട്, അത് പ്രകാരമാണ് കല്യാണം കഴിക്കേണ്ടത്. അതിന് ചിട്ടവട്ടങ്ങൾ വേറെയുണ്ട്. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് അതുമല്ല. ഞാൻ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് മറ്റൊന്നാണ്. അതായത് ഇപ്പോൾ ഹരി പറഞ്ഞു സാംസ്കാരിക മേഖലയിലെ മാറ്റമെന്ന്. എന്ത് സംസ്കാരമാണ്, എന്ത് സന്ദേശമാണ് മന്ത്രി ശിവൻകുട്ടിയും MV ഗോവിന്ദനും ഒക്കെ ഇന്നലെ ആ ചടങ്ങിൽ പങ്കെടുത്ത് കൊടുത്തത്? 18 വയസ്സായെന്ന് ഇവർ പറയുന്നു. ഇനി 18 വയസ്സായെങ്കിൽ തന്നെ ഒരു പെൺകുട്ടി 6 മാസത്തെ ഫേസ്ബുക്ക് പ്രണയത്തിനൊടുവിൽ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി വരികയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്ന് എയർപോർട്ടിൽ സ്ട്രാൻഡഡ് ആണ്, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പുരോഗമനവാദികൾ ഉത്തരം തരേണ്ട ഒരു ചോദ്യം, ഒരു പെൺകുട്ടി ഈ പറയുന്ന 18 വയസ്സിൽ എത്രത്തോളം മെച്യൂറാണ് ഇത്തരം കാര്യങ്ങളിൽ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ഈ പറയുന്ന 18 വയസ്സിലെ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണം കഴിക്കുകയാണോ? അതിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും അതിന് വിദ്യാഭ്യാസം നടത്താനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയും, നീ കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുക, ഇപ്പം നീ പഠിക്കേ എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഇത് 6 മാസത്തെ പ്രണയം, 18 വയസ്സായി എന്ന് പറയുന്നു. 18 വയസ്സായെങ്കിൽ ആ 18 വയസ്സിൽ 6 മാസത്തെ പ്രണയത്തിൻ്റെ ഒടുവിൽ ഇവിടെ ഓടിയെത്തിയവരെ പെട്ടെന്നൊരു രാഷ്ട്രീയ ഓപ്പർച്യൂണിറ്റി, ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു ഉപയോഗിക്കാമെന്ന് കണ്ടുകൊണ്ട് ഇവർ ചാടി വീണതാണ്. ഇത് വലിയ കുരുക്കാണ്. തീർച്ചയായിട്ടും ഈ രീതിയിൽ ഇപ്പോൾ നാളെ ഈ പെൺകുട്ടി ഉപേക്ഷിക്കപ്പെടാം, അല്ലെങ്കിൽ നാളെ ഈ പെൺകുട്ടി എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ഇവരിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? അങ്ങനെ അത് സത്യമാണ്. അത് വേറൊരു സാധ്യതയാണ്. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഈ പെൺകുട്ടി ഈ പറയുന്നത് പോലെ ഒരു ചെറിയ പെൺകുട്ടിയാണ്. വലിയ പെട്ടെന്ന് ഫെയിമിലേക്ക് വന്നതുകൊണ്ട് മാത്രം ഇത് ഈ പറയുന്ന ഇതെല്ലാം കിട്ടിയതാണ്. അല്ലെങ്കിൽ കുംഭമേളയിൽ പോയിരുന്ന് മാല വയ്ക്കുന്ന ഒരു പെൺകുട്ടിയെ ആരറിയാനാണ്? അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു എടുത്ത ഒരു തീരുമാനമാണെങ്കിൽ പോലും അതിന് ദോഷമൊന്നും വരാതിരിക്കട്ടെ എന്നേ നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട് ഹരി, കേരളത്തിൽ ഇത് ബാലവിവാഹമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇത് വലിയൊരു നിയമ പോരാട്ടത്തിൻ്റെ തുടക്കമാവും. 2, ഒരു മന്ത്രിക്ക് പോലും ഇവിടെ സ്ഥാനം നഷ്ടപ്പെട്ടതാണ്. നമ്മൾ MP ഗംഗാധരനെ ഓർമ്മയുണ്ടല്ലോ, അല്ലേ? മന്ത്രിയായിരുന്നു, കോൺഗ്രസിൻ്റെ മകളുടെ ഒരു ചെറിയ മാസങ്ങളുടെ വ്യത്യാസത്തിൽ അദ്ദേഹം മകളുടെ കല്യാണം നടത്തിയതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പോലും ഇല്ലാതാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമുള്ള ഒരു സംസ്ഥാനത്താണ് എടുത്തു ചാടി വേണ്ടത്ര വെരിഫിക്കേഷൻ ഇല്ലാതെ ഇത് നടത്തി. ഇനി ഇതിനകത്ത് ഈ ബാലവിവാഹത്തിൻ്റെ വിഷയം മാത്രമല്ല, ഈ റെക്കോർഡ്സ് കറക്റ്റ് ആണോ എന്നുള്ളതുണ്ട്. ഇല്ലേ? ആധാർ എനിക്ക് തോന്നുന്നത് കറക്റ്റ് അല്ലാന്ന് തോന്നുന്നു. ആധാറിൽ പലരും പറയുന്നുണ്ടായിരുന്നു മോണാലിസ എന്നുള്ള പേരൊന്നും ഈ കുട്ടിക്കില്ല, ഈ കുട്ടിയുടെ പേര് മോനി ഭോസ്ലെ എന്നോ മറ്റോ ആണ്. അപ്പോൾ ആധാറിൽ എങ്ങനെ വന്നു? പിന്നെ ജനുവരി 1, 2008 ഇല്ലേ, അങ്ങനെ എന്തോ ആണ്, ജനുവരി 1 അങ്ങനെയൊക്കെയുള്ള ഈ 1-ാം തീയതിയൊക്കെ വെച്ച് അല്ലെങ്കിൽ മാർച്ച് 31 വെച്ച് ധാരാളം കള്ള സർട്ടിഫിക്കറ്റുകളും ആധാറും ഒക്കെ ഇറക്കുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്, ഈവൻ സൗത്തിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞാൽ വലിയൊരു ഊരാക്കുടുക്കിലേക്ക് CPM പോകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു
സാഹചര്യത്തെ അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് മാത്രമാണ്. അത് പെട്ടെന്ന് താൽക്കാലികമായൊരു ചാടി വീണൊരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കോൺഗ്രസിനാണ് പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സമാഹരിക്കുക ഇടക്കാലത്ത് എപ്പോഴോ ന്യൂനപക്ഷം ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു, അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരിക, ഒപ്പം അതും തിരിച്ചടിക്കും. അതെ അതിന് ഇടതുപക്ഷത്തിനകത്ത് ഈ മതഭീകരവാദ സംഘടനകളുടെ ആൾക്കാർ, അത് നേരത്തെ PFI ഒക്കെ നിരോധിച്ച സമയത്ത് ഈ മതഭീകരവാദ സംഘടനകളുടെ ആൾക്കാർ ഇതിനകത്ത് ഈ വൈറസുകൾ കയറിയിരുന്നിട്ട് ഈ ഹോസ്റ്റ് ബോഡി കൺട്രോൾ ചെയ്യും പോലെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റൊരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരിത് എങ്ങോട്ടാണ് ഈ ഇടതുപക്ഷം സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കൊഴികുത്തൽ ആയിട്ട് മാറാനുള്ള സാധ്യത തന്നെ ഇതിനകത്ത് കണ്ടറിയേണ്ടതാണ്. കാരണം ഇത് പക്ഷേ ഈ കേസിൽ ഇവർ ഈ എടുത്ത് ചാടി ചെയ്തത് എല്ലാം ഇവർക്ക് തിരിച്ചടിയാവാൻ വലിയ സാധ്യതയുണ്ട്. ഒന്ന്, ലവ് ജിഹാദിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ വീണ്ടും ഉയരും. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലെ ഓൺലൈൻ ചാനലുകളിൽ, സാറ്റലൈറ്റ് ചാനലുകളിൽ, പത്രങ്ങളിലൊക്കെ ഈ വിഷയം വന്നിട്ടുണ്ട്. അപ്പോൾ കേരളം ഇങ്ങനെയൊരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ സംരക്ഷണം കിട്ടുന്ന സംസ്ഥാനമാണ് എന്നുള്ള ഒരു ധാരണ അവിടെ വരുന്നതും നമുക്ക് നല്ലതല്ല. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മറ്റൊരു വിഷയം കൂടിയുണ്ട്. ആരും അത് അധികം പറയുന്നില്ല. അതായത് ഈ പയ്യൻ ഒരു മുസ്ലിം പയ്യനാണ് എന്നാണ് പറയുന്നത്. അയാൾ മതമില്ല എന്ന് അയാൾ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഈ റംസാൻ മാസത്തിൽ തീർത്ഥജലമൊക്കെ കുടിപ്പിച്ച് മൂർത്തിയെയും വണങ്ങി ആണ് അയാൾ പുറത്തു വരുന്നത് നമ്മൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ ആരെയെങ്കിലും സൂചിപ്പിക്കാൻ ഇവർ ചെയ്തതാണെങ്കിൽ ഇവർക്കത് തിരിച്ചടി കൂടിയാവാൻ സാധ്യതയുണ്ടെന്ന് മാത്രം ഈ സമയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളതാണ്, ഇപ്പോൾ ഇവർ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നു. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് 10,000-ഓളം പെൺകുട്ടികളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, വർഷങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ കാലയളവിലൊക്കെ ഈ മതം മാറ്റൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയധികം സംഖ്യ എങ്ങനെയാണ് ഇവരുണ്ടാകുന്നത്? ഇത്രയധികം സംഖ്യ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു എഫർട്ട് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നതാണ് അനുമാനിക്കാൻ കഴിയുന്നത്. അല്ല, അതുകൂടെ പറഞ്ഞ് നമ്മൾ തൽക്കാലം ഇത് അവസാനിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 10,000-ൻ്റെ കണക്ക് എനിക്കറിയില്ല, അതിൻ്റെ കൃത്യം കണക്കറിയില്ല. 10,000-ഓളം പല ആൾക്കാരും പല കണക്കുകളാണ് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഇതിനൊരു ലോബി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഇത്ര കൃത്യമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാനും ഈ പറയുന്നത് പോലെ ഈ കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ കൊച്ചിയിൽ താമസിപ്പിക്കാനും, ഇപ്പോൾ വൈകുന്നേരം തിരുവനന്തപുരത്ത് തന്നെ ബന്ധുവീട് ഉണ്ടാകുന്നു, പെൺകുട്ടി വിളക്ക് കൊളുത്തി ആ വീട്ടിലേക്ക് കയറുന്നു, ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ കൃത്യമായിട്ടൊരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ ഇംഗ്ലണ്ടിൽ വലിയ വിവാദമായ ഒരു വിഷയമാണ് ഈ ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറയുന്നത്. പാകിസ്ഥാനി പയ്യന്മാർ അവിടെയുള്ള തദ്ദേശീയരായ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു വിഷയം അവിടുത്തെ പാർലമെൻറ്റിൽ പോലും വലിയ ചർച്ചയായതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗ്യാങ്ങുകളും സംവിധാനങ്ങളും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട് എന്ന് നമ്മൾ നിരന്തരം ഇത് പറയുമ്പോൾ ഇതിനെ ഒരു നിഷേധിക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് പോകുന്നത് സത്യം കണ്ടെത്താൻ. ഒരുപക്ഷെ ഈ പറയുന്ന എല്ലാ പ്രണയബന്ധങ്ങളും ലവ് ജിഹാദ് ആയിരിക്കില്ല, ഒരുപക്ഷെ എല്ലാ ലവ് ജിഹാദുകളിലും പ്രണയം ഉണ്ടാവുകയില്ല. അപ്പോൾ പക്ഷേ ഇത് രണ്ടും ഇല്ല എന്നുള്ള ഒരു നിലപാട് പൂർണ്ണമായിട്ട് അതിനെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് CPM പോലെ ഒരു പാർട്ടിക്ക് ഒട്ടും ഭൂഷണമല്ല, അത് ഗുണകരവുമല്ല. കാരണം പല പാർട്ടി അംഗങ്ങൾക്കും ഇത് വ്യക്തിപരമായിട്ട് ദുരനുഭവം ഉണ്ടായ കാര്യം അവർക്കും അറിയാവുന്നതാണ്. അവരത് പുറത്തു പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായും കാലം തന്നെ തെളിയിക്കട്ടെ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.